അന്നൊരു മഴ ദിവസമായിരുന്നു. രാത്രി മുഴുവൻ പെയ്ത മഴ കാരണം തണുത്ത് വിറച്ച പൂച്ചക്കുഞ്ഞ് ഒരു പുതപ്പ് തലവഴി മൂടിക്കിടന്നുറങ്ങി. പ്രഭാതമായപ്പോൾ മഴ ഒന്ന് കുറഞ്ഞു. പൂച്ചക്കുഞ്ഞ് പുതപ്പിനടിയിൽ നിന്ന് തല പുറത്തേക്കിട്ട് നോക്കി. പട്ടിക്കുട്ടിയും പുതപ്പ് മൂടി സുഖമായി ഉറങ്ങുന്നു. പൂച്ചക്കുഞ്ഞ് പതിയെ എണീറ്റ് മൂരി നിവർത്തി പിന്നെ പോയി അവിടെ വെച്ചിരുന്ന ചൂടുള്ള പാല് നക്കി കുടിച്ചു. പിന്നെ ഒരു ബിസ്ക്കറ്റ് എടുത്തുകൊണ്ട് പട്ടിക്കുട്ടിയുടെ അടുത്തേക്ക് ചെന്ന് അതിനെ വിളിച്ചുണർത്തി. നേരം പുലർന്നു, ഉറങ്ങിയത് മതി. മടിയനായ പട്ടിക്കുട്ടി എണീറ്റില്ല. ഞാൻ ഉറങ്ങിക്കോട്ടെ, നല്ല തണുപ്പ്, മൂടി പോച്ചുറങ്ങാൻ എന്ത് രസം. പുറത്ത് മഴ നിന്നു. വാ, ഇന്നലത്തെ മഴ കാരണം വെള്ളം നിറഞ്ഞു കിടക്കുന്നത് പോയി കാണാം. നീ പോയി കണ്ടോളൂ, ഞാൻ പുറകെ വന്നോളാം. പട്ടിക്കുട്ടി പുതപ്പ് തലവഴി വലിച്ചു മൂടി. പൂച്ചക്കുഞ്ഞ് ഒന്നുകൂടി ഉറങ്ങണോ അതോ പുറത്തേക്ക് പോകണോ എന്ന് സംശയിച്ചു. പിന്നെ മടി കളഞ്ഞ് അത് ജനൽ വഴി പുറത്തേക്ക് ഓടി. തോട്ടത്തിലാകെ വെള്ളം കെട്ടിക്കിടക്കുന്നു. പൂക്കൾ നിറഞ്ഞ ചെടികൾ മഴത്തുള്ളികളുടെ ഭാരം കാരണമാവും ചരിഞ്ഞു കിടക്കുന്നു. പൂച്ചക്കുഞ്ഞ് വെള്ളത്തിൽ കാല് ചവിട്ടാതെ ചാടി ചാടിപ്പോയി. മരത്തിലെ ചില്ലയിൽ ഒരു പാവം കിളി തണുത്ത് വിറച്ചിരിക്കുന്നു. അത് വിറയ്ക്കുന്നുണ്ട്. കിളി, നിനക്ക് കൂടില്ലേ? മഴ നനഞ്ഞ എന്തിനാ? പൂച്ചക്കുഞ്ഞ് ചോദിച്ചു. കൂടൊക്കെ ഉണ്ട്. മഴ തീർന്നു എന്ന് കരുതി ഞാൻ രാവിലെ പുറത്തേക്ക് ഇറങ്ങി, അപ്പോൾ വീണ്ടും മഴ പെയ്തു. കിളി സങ്കടത്തോടെ പറഞ്ഞു. പിന്നെ അത് പറന്നങ്ങ് പോയി. പൂച്ചക്കുഞ്ഞ് ഓടി കുളത്തിനരികിലേക്ക് പോയി. വെള്ളം നിറഞ്ഞിരിക്കുന്നു. തവളയെ ആമച്ചേട്ടനെ അവിടെ ഒന്നും കാണാനില്ല. മീനുകൾ ഇടയ്ക്ക് എത്തി നോക്കിയ ശേഷം വീണ്ടും മുങ്ങിപ്പോയി. തവളക്കുട്ട, പൂച്ച ഉറക്കെ വിളിച്ചു. അവൻ വെള്ളത്തിനടിയിലുള്ള വീട്ടിൽ സുഖ ഉറക്കമാണ്. നിനക്ക് ഉറക്കമില്ലേ? നല്ല തണുപ്പാണല്ലോ. അവിടെ ഒരു പാറയുടെ പുറകിലിരുന്ന ആമച്ചേട്ടനാണത് പറഞ്ഞത്. എനിക്ക് ഉറങ്ങി മതിയായി. വെള്ളത്തിൽ നല്ല തണുപ്പാണല്ലേ, ആലോചിച്ചപ്പോഴേ എനിക്ക് വിറയിൽ വരുന്നു. പൂച്ചക്കുഞ്ഞു വെറുതെ ഒന്ന് വിറച്ചു. അടുത്ത മഴ വരുന്നുണ്ട്. ചെറുതായി ഇടയ്ക്ക് വന്ന ഒരു വെയിൽ കണ്ടപ്പോൾ ആമച്ചേട്ടൻ പറഞ്ഞു, വേഗം വീട്ടിൽ പൊക്കോളൂ. ശരി ആമച്ചേട്ടാ. പൂച്ചക്കുഞ്ഞു വീട്ടിലേക്ക് പോകാൻ തിരിഞ്ഞപ്പോൾ അതാ കുഞ്ഞു മഴത്തുള്ളികൾക്കും ഇളം വെയിലിനും ഇടയിൽ ആകാശത്തൊരു വർണ്ണജാലം. എന്താണ് ആമച്ചേട്ടാ കാണുന്നത്? അതാണ് മഴവില്ല്. കണ്ടിട്ടില്ലേ? മഴയ്ക്കും വെയിലിനും ഇടയിൽ ഇടയ്ക്ക് മഴവിൽ ആകാശത്ത് പ്രത്യക്ഷപ്പെടും. കണ്ടോ? എന്ത് നിറങ്ങൾ! നോക്കൂ, എന്തൊരു ഭംഗിയാണ്. ഞാനിത് പട്ടിക്കുട്ടിയെ കൂടെ വിളിച്ചു കാണിക്കട്ടെ. പൂച്ചക്കുഞ്ഞ് അതിവേഗം വീട്ടിലേക്ക് ഓടി ജനൽ വഴി ചാടി അകത്തേക്ക് കയറിയപ്പോൾ അതാ പട്ടിക്കുട്ടി എണീറ്റ് പാല് കുടിക്കുന്നു. വാ വാ, മഴവില്ല് കാണിച്ചു തരാം. ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. എന്ത്? മഴ? മഴയില്ല, മഴവില്ല്. വേഗം വാ, കാണിച്ചു തരാം. പൂച്ചക്കുഞ്ഞ് പട്ടിക്കുട്ടിയെ വലിച്ചുകൊണ്ട് ജനാലയിലേക്ക് പോയി. അപ്പോഴേക്കും വീണ്ടും മഴ പെയ്തു തുടങ്ങി. ആകാശത്ത് മഴവില്ലില്ല, ആകെ ഇരുണ്ട് കിടക്കുന്നു. എവിടെ? പട്ടിക്കുട്ടി ചോദിച്ചു. മാഞ്ഞു പോയി പട്ടിക്കുട്ടി. പൂച്ചക്കുഞ്ഞിന് സങ്കടം വന്നു. എന്താണത്? എങ്ങനെയിരിക്കും? മഴയ്ക്കും വെയിലിനും ഇടയിൽ ഇടയ്ക്ക് ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്ന 7 നിറങ്ങൾ തുന്നിച്ചേർത്ത ഒരു സാധനം, ഒരു വില്ല് പോലത്തെ സാധനം, മഴവില്ല്. എന്ത് ഭംഗിയാണെന്നറിയാമോ അതിനെ കാണാൻ? അയ്യോ ഷോ, എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ. പട്ടിക്കുട്ടിക്ക് സങ്കടം വന്നു. സങ്കടപ്പെടേണ്ട പട്ടിക്കുട്ടി, അത് ഇനിയും വരും, നമുക്ക് കാത്തിരിക്കാം. ചന്നം ഭിന്നം പെയ്യുന്ന മഴയും ആകാശവും നോക്കി പൂച്ചക്കുഞ്ഞും പട്ടിക്കുട്ടിയും ആ ജനാലയിലിരുന്നു.